DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് 2025 ജനുവരി മാസത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. 2025 പുതുവർഷ മാസമായ ജനുവരിയിലും ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. 4 മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ഉണ്ടെങ്കിലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇക്കഴിഞ്ഞ 2024 ഡിസംബർ മാസം വരെ എല്ലാ മാസത്തിലും പെൻഷൻ വിതരണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നു. 2025 വർഷത്തിലും പ്രതിമാസ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ നടത്തുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഇക്കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കഴിഞ്ഞ ദിവസം 3330 കോടി രൂപ ലഭിച്ചതും സംസ്ഥാനത്തിന് അനുഗ്രഹമായിരിക്കുകയാണ്. ഇതോടെ ജനുവരി മാസത്തെ പെൻഷനായ 1600 രൂപയോടൊപ്പം ഒരു കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്ത് 3200 രൂപയായി വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. നേരത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസംബർ മാസത്തിൽ ഒരു കുടിശ്ശിക ഗഡു കൂടി ചേർത്ത് 2 മാസ തുകയായ 3200 രൂപ വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രമിച്ചതാണ്. എന്നാൽ ഇതിനുള്ള ഫണ്ടിനായി സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും 3000 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായില്ലായിരുന്നു. ധനവകുപ്പ് വിചാരിച്ച അത്രയും തുക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഒടുവിൽ ഡിസംബർ മാസത്തിൽ ഒരു ഗഡു തുകയായ 1600 രൂപ തന്നെ സർക്കാർ വിതരണം ചെയ്തത്. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്ന 4 ഗഡുക്കളിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം തീരുന്ന മാർച്ചിന് മുൻപും ശേഷിക്കുന്ന 3 ഗഡുക്കൾ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലും കൊടുത്തു തീർക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണിപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും 3330 കോടി രൂപ ലഭിച്ചതോടെ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ അടക്കം 3200 രൂപ ജനുവരിയിൽ വിതരണം ചെയ്യുവാൻ സാധ്യതയേറിയത്. ജനുവരി 10-നാണ് കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിന് ലഭിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ 2 ഗഡു കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് 3330 കോടി രൂപ ലഭിക്കുകയായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി 1.73 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം ഇന്നലെ അനുവദിച്ചത്. ജനുവരി 20-നും 30-നും ഇടയിലായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുക. വിതരണത്തിനു മുൻപായുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിൽ ഈ മാസം 1 ഗഡുവാണോ 2 ഗഡുവാണോ എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ചില ഗുണഭോക്താക്കൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ഒക്കെ ലഭിക്കുന്നവരാണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതുണ്ട്. 60 വയസ്സിൽ താഴെയുള്ളവർ മാത്രം വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നൽകുക. ഈ സാക്ഷ്യപത്രങ്ങളൊക്കെ നൽകിയില്ലെങ്കിൽ പെൻഷൻ ഏപ്രിൽ മുതലൊക്കെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 1600-ന് പകരം കേന്ദ്രവിഹിതമായ 200, 300 അല്ലെങ്കിൽ 500 രൂപയൊക്കെ കുറഞ്ഞ് 1100, 1300, 1400 എന്നിങ്ങനെയൊക്കെയാണ് ആദ്യം ലഭിക്കുക. പിന്നീട് ഇവർക്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിത തുകയായ 200 മുതൽ 500 വരെ പ്രത്യേകമായി എത്തും. ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഒട്ടേറെ മാസങ്ങളായി അക്കൗണ്ടിൽ എത്തുന്നില്ലെന്ന് അറിയുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും അത് DBT എനേബിൾഡ് ആണെന്നും ആദ്യം പരിശോധിച്ചുറപ്പിക്കണം. ഇക്കാര്യം ഓക്കെയാണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസിൽ പെൻഷൻ വിഭാഗത്തെ കണ്ട് കാര്യം ബോധിപ്പിച്ച് കേന്ദ്രവിഹിത തുക വരുന്നതിനുള്ള തടസ്സം മാറ്റേണ്ടതാണ്. പെൻഷൻ പോർട്ടലായ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയും പ്രശ്നങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ജനുവരി മാസത്തെ പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ പോലെ വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.